ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ 5ാമത്തെ യൂണിറ്റിൽ 2ാമത്തെ ഭാഗത്തിൻ്റെ ഡിസ്കഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആമുഖം എന്നുള്ള രീതിയിൽ വാട്ട് ഈസ് സോഷ്യൽ ഇനീക്വാലിറ്റി, വാട്ട് ഈസ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് വൈ സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻസ് ആർ സോഷ്യൽ, ഈ രീതിയിലുള്ളൊരു ചർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് സോഷ്യൽ ഇനീക്വാലിറ്റിയെയും സോഷ്യൽ എക്സ്ക്ലൂഷനെയും അല്ലെങ്കിൽ സാമൂഹിക അസമത്വത്തെയും ബഹിഷ്കരണത്തെയും സാമൂഹികമെന്ന് പറയാനുള്ള കാരണമെന്ന് നമ്മൾ കണ്ടു. അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, അതൊരു സാമ്പത്തികമായ പ്രശ്നമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആണ്, അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്, സമൂഹമാണ്, സമൂഹത്തിന്റെ സാമൂഹികമായ വ്യവസ്ഥിതി അതല്ലെങ്കിൽ സാമൂഹിക ഘടനയാണ് ഇന്ന് നാം കാണുന്ന സാമൂഹിക അസമത്വങ്ങൾക്കും സാമൂഹിക ബഹിഷ്കരണങ്ങൾക്കും കാരണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ഗ്രൂപ്പുകളുണ്ട്. കാസ്റ്റ് ആൻഡ് ട്രൈബ്, ജാതിയും ഗോത്രവും, വിമൺ, സ്ത്രീകൾ, അതുപോലെ തന്നെ ഡിഫറൻ്റലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ. ഇത്തരം ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മൾ മുന്നോട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാസ്റ്റ് ആൻഡ് ട്രൈബ് സിസ്റ്റംസ് ജസ്റ്റിഫൈങ് ആൻഡ് പെർപെച്വേറ്റിംഗ് ഇനീക്വാലിറ്റി. ജാതിയും ഗോത്രവും അസമത്വത്തെ ന്യായീകരിക്കുകയും ശാശ്വതീകരിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥകൾ. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാസ്റ്റ് ആസ് എ ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം, ദി കാസ്റ്റ് സിസ്റ്റം ആസ് എ ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റം, ജാതി വ്യവസ്ഥ ഒരു വിവേചന സമ്പ്രദായം എന്ന നിലയിൽ. ആസ് യു നോ, കാസ്റ്റ് സിസ്റ്റം ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ that enforces practices of discrimination against people born into particular caste. ഒരു പ്രത്യേക ജാതി ഗ്രൂപ്പിൽ ജനിച്ചവരോട്, പ്രത്യേകിച്ചും താഴ്ന്ന ജാതിക്കാരോട് വളരെ വിവേചനപരമായിട്ടുള്ള സമീപനം പുലർത്തുന്ന ഇന്ത്യയിലെ ഒരു വ്യവസ്ഥിതിയാണ് ജാതി വ്യവസ്ഥ എന്ന് കഴിഞ്ഞ പല ചാപ്റ്ററുകളിലും യൂണിറ്റുകളിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. കാസ്റ്റ് ആസ് എ ഡിസ്ക്രിമിനേറ്ററി ഫാക്ടർ, എ സിസ്റ്റം, ജാതി ഒരു വിവേചന സമ്പ്രദായം എന്ന രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഇതിനെ നോക്കിക്കാണുന്നത്. The practices of discrimination in caste system are mainly humiliating, exclusionary and exploitative. പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ നമുക്ക് ജാതി വ്യവസ്ഥയിൽ കാണാൻ പറ്റും. പ്രധാനമായിട്ടും ഹ്യൂമിലിയേറ്റ്, അവഹേളന എന്നുള്ള രീതിയിൽ ജാതി വ്യവസ്ഥ ഒരു ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു. എക്സ്ക്ലൂഷണറി, നിഷേധാത്മകമായിട്ട് ചില അവകാശങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് നിഷേധിക്കപ്പെടുന്ന സമ്പ്രദായമായിട്ട് അത് പ്രവർത്തിക്കുന്നു. എക്സ്പ്ലോയിറ്റേറ്റീവ്, ചൂഷണാത്മകമായിട്ട് പ്രത്യേകിച്ചും താഴ്ന്ന ജാതിക്കാരെ സാമ്പത്തികമായ ചൂഷണത്തിന് മറ്റു തൊഴിൽ ചൂഷണത്തിനും പാത്രമാക്കുന്ന രീതിയിൽ ജാതി വ്യവസ്ഥിതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ജാതിയുടെ വിവേചനാത്മകമായിട്ടുള്ള ഒരു തലമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കലി ദി കാസ്റ്റ് സിസ്റ്റം ക്ലാസിഫൈഡ് പീപ്പിൾ ബൈ ദെയർ ഒക്കുപ്പേഷൻ ആൻഡ് സ്റ്റാറ്റസ്. കഴിഞ്ഞൊരു യൂണിറ്റിൽ നമ്മൾ ജാതി വ്യവസ്ഥയെക്കുറിച്ചും അതിന്റെ സവിശേഷതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചരിത്രപരമായിട്ട് ജാതി വ്യവസ്ഥ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ഒരു സ്റ്റാറ്റസ്, സാമ്പത്തികമായും സാമൂഹികവുമായി അതിലെ അംഗങ്ങൾ വേർതിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു ഹൈറാർക്കിക്കൽ ഡിവിഷനായിട്ട് ജാതി വ്യവസ്ഥ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മുൻ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കാസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സം ഒക്കുപ്പേഷൻ. മാത്രമല്ല അവിടെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ജാതികൾ വർണ്ണാ സിസ്റ്റത്തിൽ നിന്നുമാണ് ജാതി വ്യവസ്ഥയിലേക്ക് മാറിയത്. വർണ്ണാ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബേസിക് ഒക്കുപ്പേഷൻ ആയിരുന്നു, തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് വർണ്ണാ സിസ്റ്റം ആദ്യം നിലവിൽ വന്നത്. അത് പിന്നീട് റിജിഡ് ആയിക്കൊണ്ട് ജാതി വ്യവസ്ഥയിലേക്ക് മാറി എന്നൊക്കെ നമ്മൾ അതിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒക്കുപ്പേഷന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാസ്റ്റുകളും വിവിധ ശ്രേണികളായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഈച്ച് കാസ്റ്റ് ഹാസ് ഓർ ഹാഡ് എ സ്പെസിഫിക് പൊസിഷൻ ഇൻ ദി ഹൈറാർക്കി ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ്. സാമൂഹ്യ പദവിയുടെ ശ്രേണീകരണത്തിൽ ഓരോ ജാതിയും പ്രത്യേക പദവികൾ, ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ളതും നാം ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞതാണ്. There was close correlation between social, that is caste status and economic status. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് ജാതി വ്യവസ്ഥയിൽ സാമൂഹിക സ്റ്റാറ്റസും സാമ്പത്തിക സ്റ്റാറ്റസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒരുപക്ഷെ സാമ്പത്തികമായി ഉയർന്ന ആളുകളായിരിക്കണമെന്നില്ല സോഷ്യലി ഹൈ പൊസിഷനിൽ നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യലി ഹൈ പൊസിഷനിലാണ്.
പക്ഷേ വൈശ്യാസ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി ഹൈ പൊസിഷനാണ്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ബട്ട് ഈവൻ ടുഡേ ജാതി വ്യവസ്ഥയിൽ സാമ്പത്തികമായ സ്റ്റാറ്റസും സോഷ്യലായ സ്റ്റാറ്റസും ഒരു കോറിലേഷൻ ഉണ്ട്, ഒരു അഗാധമായ ബന്ധമുണ്ട്. ദാറ്റ് മീൻസ് ഉയർന്ന സാമൂഹ്യ പദവിയുള്ള ആളുകൾ തന്നെയാണ് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന പദവിയും അനുഭവിക്കുന്നത്. ദി ഹൈ കാസ്റ്റ് were almost invariably of high economic status, while the low caste were almost always of low economic status. ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഉയർന്ന സാമൂഹിക പദവിയുള്ളവർക്ക് ഉയർന്ന സാമ്പത്തിക സ്ഥാനവും ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് എക്കണോമിക്കലായിട്ട് പിന്നോക്കം നിൽക്കുന്നത്. ഈ ഒരു കോറിലേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾ ജാതി വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം, there are many changes happen in caste system due to the social reformers activities, government's interference, and law, legislation, education and industrialization. വ്യവസായികവൽക്കരണം, പുതിയ നിയമങ്ങൾ, ഗവൺമെന്റിന്റെ മറ്റു ഇടപെടലുകൾ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ജാതി വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജാതി നശിച്ചു പോയിരിക്കുകയല്ല. മറിച്ച് 21ാം നൂറ്റാണ്ടിലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ദി സിഗ്നിഫിക്കൻസ് ഓഫ് കാസ്റ്റ് ഈസ് വെരി മച്ച് റെലവെന്റ്. ജാതി വ്യവസ്ഥയുടെ നിലനിൽപ്പ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നും അത് പൂർവാധികം ശക്തിയോടുകൂടി ജാതി നിലനിൽക്കുന്നു എന്നുള്ള ഒരു സത്യം കൂടെ ഉണ്ട്. ഇതാ ഇവിടെ നോക്കാം നമുക്ക്. ഈ ഒരു ഹൈറാർക്കിക്കൽ പ്രസന്റേഷനിലേക്ക് നോക്കുക. ഇതൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. ബ്രാഹ്മിൻസ് ഏറ്റവും ടോപ്പിലായിരിക്കും. അവർ പ്രീസ്റ്റുകളാണ്. ക്ഷത്രിയാസ് എന്ന് പറഞ്ഞാൽ വാരിയേഴ്സ് ആണ്, റൂളേഴ്സ് ആണ്. വൈശ്യാസ് എന്ന് പറഞ്ഞാൽ ദേവർ ട്രേഡേഴ്സ് ആൻഡ് മെർച്ചൻസ് ആണ്. ശൂദ്രാസ് എന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള സാധാരണ തൊഴിലാളികളാണ്. സെർവൻസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മിത്തഡോളജിക്കൽ ഒരു ഐതിഹ്യമായിട്ടുള്ള സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ വായിൽ നിന്നാണ് ബ്രാഹ്മൺ വന്നിട്ടുള്ളത്. ആംസ് ആണ് ക്ഷത്രിയൻസ്, തൈസ് എന്ന് പറഞ്ഞാൽ വൈശ്യൻസ് ആണ്, ഫീറ്റ് ആണ് ശൂദ്രാസ് എന്ന് പറയുന്നത്. The last category is pariahs or untouchables, outcast എന്ന് പറയുന്ന ഒരു വിഭാഗം. ചണ്ടാലാസോക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഏറ്റവും താഴെയുള്ളവർ. ഇവരാണ് നമ്മൾ അൺടച്ചബിൾസ് എന്ന് പറയുന്ന കാറ്റഗറി. ഔട്ട്കാസ്റ്റ് എന്ന് പറയാം. ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഇവരാണ്. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സങ്കല്പം എന്ന് പറയുന്ന, വിശ്വാസം എന്ന് പറയുന്നത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ശുദ്ധാശുദ്ധ സങ്കല്പമാണ്. ബൈനറി ഓപ്പോസിഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൂയിസ് ഡിമോൺ ആണ് പറഞ്ഞത് ബൈനറി ഓപ്പോസിഷൻ. ഓരോ ജാതിക്കുള്ളിലും ശുദ്ധരും അശുദ്ധരുമുണ്ട്. ജാതികൾ പരസ്പരം ശുദ്ധരും അശുദ്ധരുമാണ്. ഈ സങ്കല്പമൊക്കെ നമ്മൾ മുൻ ചർച്ചകളിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ഒക്കുപേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഹൈറാർക്കി, പിന്നെ അത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. ജന്മമാണ് ജാതി, അതായത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ് ജാതിയിലുള്ളത്. ഇത്തരം സവിശേഷതകളൊക്കെ നമ്മൾ ജാതിയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. അഫ്ലുവന്റ് ആയിട്ടുള്ള, സാമ്പത്തികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ടേബിൾ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെഡ്യൂൾ ട്രൈബ്സ് 1.4 റൂറൽ ഏരിയയിൽ, അത് അർബൻ ഏരിയയിൽ 1.8. അങ്ങനെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, OBC, മുസ്ലിംസ്, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, അതേഴ്സ്, ഓരോരുത്തരും എത്രമാത്രമാണ് അഫ്ലുവന്റ് ആയിട്ട് 1999 to 2000 കാണിക്കുന്നത്. ദിസ് ടേബിൾ ഷോസ് ദി percentage of population living below the poverty line. 1999-2000 ദാരിദ്ര്യരേഖക്ക് താഴെ താമസിക്കുന്ന ജാതി അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് ഈ ടേബിളിൽ കാണുന്നത്. ഷെഡ്യൂൾ ട്രൈബ് 45.8, ഷെഡ്യൂൾ കാസ്റ്റ് 35.9, OBC 27, അങ്ങനെ. ഓക്കെ, ഇതാണ് ജാതിയെ കുറിച്ചിട്ടുള്ള നമുക്ക് ആമുഖമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയാനുള്ള കാര്യങ്ങൾ. ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റീകാൾ ചെയ്തിട്ട് ഈ ടോപ്പിക് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Then we are going to discuss untouchability. എന്താണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്? അസ്പൃശ്യത എന്ന് പറയാം, തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെ പറയാം, തൊട്ടുകൂടാത്തവർ എന്നൊക്കെ പറയാം. ഇങ്ങനെ പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആരാണ് അൺടച്ചബിൾ, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്താണ്? ലെറ്റ് us discuss. Untouchability is an extreme aspect of caste system. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും ഒരു എക്സ്ട്രീമായിട്ടുള്ള, ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് അസ്പൃശ്യത അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. That prescribes stringent social sanction against members of caste located at the bottom of the purity pollution scale. എന്താണ് അസ്പൃശ്യത?
പ്യൂരിറ്റി പൊല്യൂഷൻ സ്കെയിൽ ഉണ്ട്, ശുദ്ധാശുദ്ധ സങ്കല്പമുണ്ട് അല്ലെ. നമ്മുടെ ഹൈറാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന സ്റ്റാറ്റസ് ഉള്ളവർ ശുദ്ധരും ഏറ്റവും താഴെയുള്ളവർ അശുദ്ധരുമാണ്. ഈ ഒരു സ്കെയിലിൽ ഏറ്റവും താഴ്ന്ന വിഭാഗത്തോടുള്ള നിന്ദയാണ്, അവഹേളനമാണ് ശരിക്കും അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ദി അൺടച്ചബിൾ കാസ്റ്റ് ആർ ഔട്ട്സൈഡ് ദി കാസ്റ്റ് ഹൈറാർക്കി. നമ്മൾ പഞ്ചമാസ് എന്ന് പറഞ്ഞു, അഞ്ചാമത്തെ ജാതി എന്നൊക്കെ പറയാം. ഔട്ട്കാസ്റ്റ് ആണ്, കാസ്റ്റ് ഹൈറാർക്കിയുടെ പുറത്തു നിൽക്കുന്നവരാണ്. ബ്രാഹ്മിൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അതിലും താഴെ വരുന്നവരാണ്. ദേവർ ഔട്ട്കാസ്റ്റ് എന്ന് പറയാം, ചണ്ടാലാസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺടച്ചബിൾസ്, അസ്പൃശ്യർ എന്ന് പറയുന്നത്, തീണ്ടിക്കൂടാത്തവർ എന്ന് പറയും. ശുദ്ധാശുദ്ധ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആളുകളുടെ മേൽ ശക്തമായ നിയന്ത്രണങ്ങളും ശക്തമായ ചൂഷണങ്ങളും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അൺടച്ചബിലിറ്റി, അസ്പൃശ്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിസ്റ്റൻസ് പൊല്യൂഷൻ എക്സിസ്റ്റഡ് ഇൻ മെനി റീജിയൻസ് ഓഫ് ഇന്ത്യ, particularly in the south, such that even the mere presence or the shadow of an untouchable person is considered polluting. ജാതി ശ്രേണിക്ക് പുറത്തുള്ളവരെയാണ് അസ്പൃശ്യരായി കണക്കാക്കുന്നത്. അവർ അശുദ്ധരാണ്. അവരുടെ സ്പർശനം പോലും മറ്റു ജാതികളിലെ അംഗങ്ങളെ അശുദ്ധരാക്കും. അപ്പൊ സ്പർശനം മാത്രമല്ല, അവരുടെ ഷാഡോ, നിഴല് പോലും. നമുക്കറിയാം ഡിസ്റ്റൻസ് പൊല്യൂഷൻ ഉണ്ടായിരുന്നു, തീണ്ടാപ്പാടകലം ഒക്കെ, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലൊക്കെ, നമ്മുടെ കേരളത്തിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുലേനെ കണ്ടാൽ 90 വാര അല്ലെങ്കിൽ 90 അടി വിട്ടു നിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ തരത്തിലുള്ള അസ്പൃശ്യത അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ആചരിച്ചിരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടേത്. അപ്പൊ നോർത്ത് ഇന്ത്യയിലും പ്രത്യേകിച്ചും ഇന്നൊക്കെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ ഉണ്ട്, അല്ലെങ്കിൽ തീണ്ടാപ്പാടകലം, ഡിസ്റ്റൻസ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ജാതി വ്യവസ്ഥയിൽ ഈ ശുദ്ധ അശുദ്ധ സങ്കല്പം എന്ന് പറയുന്ന ആശയത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ചില ജാതികൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൺസീയബിലിറ്റി ഉണ്ടായിരുന്നു, അൺഅപ്രോച്ചബിലിറ്റി ഉണ്ടായിരുന്നു, അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതുപോലെ തന്നെ ദൃഷ്ടിയിൽ പോലും പെടാൻ പാടില്ല എന്നുള്ളതാണ്. കൺവെട്ടത്ത് പോലും ചില ജാതികൾക്ക് വരാനുള്ള അവകാശമില്ലാത്ത ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ഈ ഒരു സങ്കല്പത്തെയാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും മോശമായ മൃഗങ്ങൾക്ക് പോലും മനുഷ്യന്റെ അടുത്ത് വരാൻ പറ്റും, പക്ഷെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഉയർന്ന ജാതിക്കാരൻ്റെ അടുത്ത് വരാൻ പറ്റില്ല എന്നുള്ള ഇത്തരം വളരെ മോശമായ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസ്പൃശ്യത, അൺടച്ചബിലിറ്റി എന്നൊക്കെ അർത്ഥമാക്കുന്നത്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഒരു വിഷ്വൽ നിന്ന് കാണാൻ പറ്റും, ഓരോരുത്തരും എങ്ങനെയാണ്, എത്രമാത്രമാണ് അസ്പൃശ്യത അനുഭവിക്കുന്നത്. അതിലെ രംഗങ്ങളാണത്. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ചെരുപ്പൂരിയും കണ്ടു പോകണം. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. പബ്ലിക് വെൽസ്, പൊതുസ്ഥലങ്ങളിൽ, പൊതു കിണറുകൾ, പൊതുവിദ്യാലയങ്ങൾ എല്ലാം ഇവർക്ക് നിഷിദ്ധമായിരുന്നു എന്നുള്ളതാണ്. Now let us move 3 main dimensions of untouchability. അസ്പൃശ്യതയുടെ 3 പ്രധാന മാനങ്ങളെ കുറിച്ച്, 3 ഡയമെൻഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് 3 മാനങ്ങൾ? ഫസ്റ്റ് വൺ ഈസ് എക്സ്ക്ലൂഷൻ, ബഹിഷ്കരണം. പ്രൊഹിബിറ്റഡ് ഫ്രം ഷെയറിംഗ്, drinking water sources or participating in all collective religious worship, social ceremonies and festivals. എവിടെയൊക്കെയാണ് ബഹിഷ്കരിക്കപ്പെട്ടിരുന്നത്? പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന്, പൊതു കിണറുകളിൽ നിന്ന് വെള്ളം ഷെയർ ചെയ്യുന്നതിൽ നിന്ന്, മതചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന്, മറ്റു പൊതുവായ ചടങ്ങുകളും അതുപോലെ തന്നെ പൊതു പരിപാടികളിലും പങ്കെടുക്കുന്നതിൽ നിന്നൊക്കെ ചില ജാതികൾ തടയപ്പെട്ടു. ദാറ്റ് ഈസ് എക്സ്ക്ലൂഷൻ. ഇത് അൺടച്ചബിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനമാണ്. ബഹിഷ്കരിക്കുക, ഒരു വിഭാഗത്തെ മറ്റു വിഭാഗങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കുക, അത് ജാതിയുടെ പേരിൽ, ശുദ്ധാശുദ്ധ സങ്കല്പത്തിന്റെ പേരിൽ. ബട്ട് സെയിം ടൈംസ് സം കാസ്റ്റ് വർ ഫോഴ്സ്ഫുള്ളി ഇൻക്ലൂഡഡ്. ഒരു ഫോഴ്സ്ഫുൾ ഇൻക്ലൂഷൻ ഉണ്ടായിരുന്നു. നിർബന്ധപൂർവ്വം ചില ചടങ്ങുകളിൽ ഇവർ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ താഴ്ന്ന ജാതിക്കാരെ കൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ എക്സാമ്പിളാണ് പ്രത്യേകിച്ചും മതപരമായ ചില സെറിമണീസ്, ചടങ്ങുകളിലൊക്കെ ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട് താഴ്ന്ന ജാതിക്കാരെ വിളിക്കും. മറ്റു പൊതുകാര്യങ്ങൾക്ക് ഇവർ കയറി വന്നാൽ അശുദ്ധമാകും. എന്നാൽ താഴ്ന്ന ചില ജോലികളൊക്കെ എടുക്കാൻ നിർബന്ധപൂർവ്വം ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇൻക്ലൂഷനും ഉണ്ടായിരുന്നു. ബഹിഷ്കരണത്തിന്റെ കൂടെ തന്നെ ഫോഴ്സ്ഫുൾ ഇൻക്ലൂഷനും ഉണ്ട് എന്ന് ഓർമ്മിക്കുക. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമിലിയേഷൻ, സബോർഡിനേഷൻ. അവഹേളനയും വിധേയത്വവും. അവഹേളിക്കുക, അതുപോലെ വിധേയത്വം. അതെങ്ങനെയാണ്? ദി ഇമ്പോസിഷൻ ഓഫ് ജസ്റ്റേഴ്സ് ഓഫ് റെഫറൻസ് such as taking off headgear, carrying footwear in the hand, standing with the bowed head, not wearing clean or bright clothes, and so on.
അവഹേളനയും വിധേയത്വവും എങ്ങനെയായിരുന്നു? ചില ജാതികളെ കാണുമ്പോൾ അവരെ ബഹുമാന പുരസ്കാരം നിൽക്കുക, അവരെ ബഹുമാനിക്കുക, തല കുനിച്ച് നിൽക്കുക, അവരെ തൊഴുക, അതുപോലെ തന്നെ അവരുടെ തലയിലുള്ള കെട്ടിയിരുന്ന സാധനം മാറ്റിവെച്ച് അവരെ ബഹുമാന സൂചകമായി നിൽക്കുക, നല്ല വൃത്തിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ട് ഡ്രസ്സുകളൊന്നും ധരിക്കാൻ പാടില്ല. ഇതൊക്കെ ഇവർക്ക് തടയാൻ ഇങ്ങനെ അവഹേളിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല സമൂഹ മധ്യത്തിൽ വെച്ച് ഇവരെ ബഹുമാനിക്കുകയോ ഇവരെ വേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യാതിരുന്നാൽ പോലും ഇവരെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ പറയുന്ന ഹ്യൂമിലിയേഷൻ, നിന്ദിക്കുക, ഹ്യൂമിലിയേഷൻ ആൻഡ് സബോർഡിനേറ്റ് ആയിട്ട് പരിഗണിക്കുക. ഈ ഒരു സംവിധാനം അൺടച്ചബിലിറ്റിയുടെ ഒരു പ്രധാന തലമാണ്. The third dimension of untouchability is exploitation. Exploitation means especially economic exploitation. ജാതി വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് ചൂഷണമാണ്, പ്രത്യേകിച്ചും സാമ്പത്തികമായ ചൂഷണമാണ്. എങ്ങനെയാണ് സാമ്പത്തിക ചൂഷണം ഉണ്ടായിരുന്നത്? They were given low wages. പണിയെടുപ്പിച്ചിട്ട് കുറഞ്ഞ വേതനം കൊടുക്കുക, അതല്ലെങ്കിൽ വേതനം കൊടുക്കാതിരിക്കുക. ഈ രീതിയിലൊക്കെ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരുടെ മേൽ വലിയ നിയന്ത്രണങ്ങളും വലിയ ചൂഷണങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺടച്ചബിലിറ്റിയുടെ 3 മെയിൻ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് എക്സ്ക്ലൂഷൻ, ബഹിഷ്കരണം. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമിലിയേഷൻ ആൻഡ് സബോർഡിനേഷൻ. തേർഡ് വൺ ഈസ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദി അൺടച്ചബിൾസ് വേർ നോൺ ഇൻ മെനി നെയിംസ്. പല പേരുകളിലാണ് അൺടച്ചബിൾസ് എന്നുള്ള ഈ ഒരു ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പഞ്ചമാസ് എന്ന് പറയുന്ന അഞ്ചാം ജാതി എന്ന അഞ്ചാമത്തെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്നുള്ള പേരിലൊക്കെ പറഞ്ഞു. അതുകൂടാതെ ചണ്ടാലാസ് എന്ന് പറയുന്ന ഒരു പേരിൽ ഇവർ അറിയപ്പെട്ടിരുന്നു. ചണ്ടാലാസ് ഏറ്റവും മോശമായിട്ട് ഇവരെ നിന്ദിക്കാൻ വേണ്ടി അവഹേളിക്കാൻ വേണ്ടി ഏറ്റവും മോശമായ പേരുകളാണ് ഒരു കാലഘട്ടത്തിൽ ഇവരെ ഉപയോഗിച്ചിരുന്നത്, ചണ്ടാലാസ്. എന്നാൽ ഇവരുടെ നിന്ദയും ഇവരുടെ അവഹേളനയും നിന്ദയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി in 1930s 1930കളിൽ യൂസ്ഡ് ദി ടേം ഹരിജൻ. ഹരിജൻ മീൻസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ, ഹരിജന്റെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പേരിലാണ് ഗാന്ധിജി ഇവരെ അഭിസംബോധന ചെയ്തിരുന്നത്. Now Dalits is the generally accepted term for referring to these groups. എന്നാൽ അടുത്ത കാലത്ത് ഇപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ ഇവരെ വിളിക്കുന്ന ഒരു പേരായിട്ട് ദളിത്സ് എന്നുള്ള പദം മാറിയിട്ടുണ്ട്. ദളിതർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. എന്താണ് ദളിതർ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഡൗൺ ട്രോഡൻ എന്നുള്ളതാണ്, ഒപ്രസ്ഡ് എന്നുള്ളത്. ദി ടേം ദളിത്സ് ലിറ്ററലി മീൻസ് ഡൗൺ ട്രോഡൻ, ഒപ്രസ്ഡ്, അധികൃത വർഗം, അടിച്ചമർത്തപ്പെട്ടവർ എന്നുള്ള രീതിയിലാണ് ഈ ടേം ഉപയോഗിക്കുന്നത്. എങ്കിലും ദളിത് എന്നുള്ള പേരിലാണ് കോമൺ ആയിട്ട് ഇപ്പോൾ ഈ അൺടച്ചബിൾസ് എന്ന് പറയുന്ന കാസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ദി Dalit Panthers, a radical group that emerged in Western India during that time, used the term to assert their identity as part of their struggle for rights and dignity. 1970s ബോംബെയിൽ ഉണ്ടായിട്ടുള്ള ഒരു പിന്നോക്ക കലാപത്തിലാണ് ദളിത് എന്നുള്ള പദം ഉപയോഗിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ള പ്രത്യേകിച്ചും അൺടച്ചബിൾസ് പ്രതിഷേധക്കാരെ ഈ ടേം ഉപയോഗിച്ചു, ഡൗൺ ട്രോഡൻ അല്ലെങ്കിൽ ദളിത് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്. ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവരുടെ സ്റ്റാറ്റസ്, ഡിഗ്നിറ്റി ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ദളിത് എന്നുള്ള പദം ഉപയോഗിച്ചു. ചരിത്രത്തിൽ പറയുന്നത് അംബേദ്കർ ഈ പദം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അംബേദ്കർ അനുയായികൾ, അല്ലെങ്കിൽ ഈ പദം ഏറ്റവും കൂടുതൽ അംബേദ്കറുടെ അനുയായികൾ പിന്നീട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ജാതിപരമായ വിവേചനങ്ങൾക്കെതിരെ രാഷ്ട്രീയതരമായിട്ടുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു, ഗവൺമെന്റ് എന്തൊക്കെയാണ് ഈ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ നടപടികളാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റേതര സ്കീമുകൾ, നടപടികൾ ഉണ്ടായിട്ടുള്ളത്, അതിലേക്ക് പോകാം. അറ്റ് ദി ടൈം ഓഫ് ദി ബ്രിട്ടീഷ് റൂൾ, ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ ട്രൈഡ് ടു ഇംപ്ലിമെന്റ് സെവറൽ പ്രോഗ്രാംസ് ഫോർ ദി അൺടച്ചബിൾസ്. അസ്പൃശ്യത അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും പ്രത്യേക സംരക്ഷണ പദ്ധതികളും ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവർക്കുണ്ടായിട്ടുള്ള രാഷ്ട്ര. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അവർ ഗവൺമെന്റ് കണ്ടിന്യൂഡ് ദി സെയിം പ്രോഗ്രാം. ഈ 1935 എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടുത്തിയ അതേ രീതി തന്നെ
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഗവൺമെന്റും ഇവർക്ക് വേണ്ടിയിട്ട് തുടർന്നു. ആൻഡ് സെവറൽ അതർ പ്രോഗ്രാംസ് വർ ആഡഡ് ഫോർ ദെയർ അപ്ലിഫ്റ്റ്മെന്റ്. ഈ അൺടച്ചബിൾസിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് പുതിയ പദ്ധതികളും ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ചു. ആൻഡ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൾസോ ആഡഡ് എ പ്രോഗ്രാം ഫോർ OBCs, അതർ ബാക്ക്വേർഡ് ക്ലാസസ്. മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഗവൺമെന്റ് ചില പരിപാടികൾ, ശ്രദ്ധേയമായ പരിപാടികൾ മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് 1990s ഇന്ത്യ ഗവൺമെന്റും പരിപാടികൾ ആരംഭിച്ചു. സ്വാതന്ത്ര്യാനന്തരവും ഗവൺമെന്റ് ഇതേ നയം തന്നെ പിന്തുടർന്നു. മാത്രമല്ല, മറ്റു പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി 1990കളിൽ നടപ്പിലാക്കിയ പ്രത്യേക പരിപാടിയും ശ്രദ്ധേയമാണ്. ലെറ്റ് us see എന്തൊക്കെയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ ഗവൺമെന്റ് അസ്പൃശ്യരുടെ അൺടച്ചബിലിറ്റി അനുഭവിക്കുന്ന വിഭാഗത്തിന് വേണ്ടി നടപ്പിലാക്കിയുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഒന്നാണ് റിസർവേഷൻ, സംവരണം. അല്ലെ, ഇവരുടെ അപ്ലിഫ്റ്റിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമാണ് റിസർവേഷൻ. ഇന്നിപ്പോ നമ്മൾ കേരളത്തിലൊക്കെ റിസർവേഷൻ എന്നുള്ള ഒരു പ്രശ്നത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് റിസർവേഷൻ അമെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയ ഓർഡിനൻസ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പൊ അന്ന് തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഇവരെ അപ്ലിഫ്റ്റ്മെന്റിന് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു നടപടിയായിരുന്നു റിസർവേഷൻ, സംവരണം. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെജിസ്ലേച്ചേഴ്സ്, സ്റ്റേറ്റ് അസംബ്ലീസ്, ലോക്സഭ, രാജ്യസഭ, ജോബ് ഇൻ ഗവൺമെന്റ് സർവീസസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. ഇപ്പൊ ഗവൺമെന്റ് നിയമസഭകളിലും ലോകസഭ, രാജ്യസഭ തുടങ്ങിയ സീറ്റുകളിലും കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലകളിലും ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും അൺടച്ചബിൾസ് എന്ന് പറയുന്ന SC/ST വിഭാഗത്തിന് റിസർവേഷൻ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ ആദ്യ നടപടി. സെക്കൻഡലി, രണ്ടാമതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട സംഗതിയാണ് ലോസ്. ദി ഗവൺമെന്റ് പാസ്ഡ് സെവറൽ ലോ, പുതിയ പുതിയ നിയമങ്ങൾ, ഭരണഘടന ഇവർക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ആക്ടുകൾ അത് നിയമങ്ങളാക്കി പാസ്സാക്കി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 17 അല്ലെ, അസ്പൃശ്യത നിർമ്മാർജ്ജന നിയമമാണ്. തൊട്ടുകൂടായ്മ ഇവിടുന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള ഉന്മൂലന നിയമമാണ് ആർട്ടിക്കിൾ 17. കൂടാതെ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, 93rd അമെൻമെന്റ് ആക്ട് ഓഫ് 2005, 2005 93ാം ഭേദഗതി നടപ്പിലാക്കിക്കൊണ്ട് റിസർവേഷൻ ഓഫ് OBCs ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ബിക്കെയിം എ ലോ ഇൻ 23rd January 2005. 2005 നിയമമായി. പ്രത്യേകിച്ചും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്, സംവരണം ലഭിക്കുന്നതിനുള്ള നിയമമായിട്ടത് മാറി. മറ്റൊരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറ്റകൃത്യമാക്കിക്കൊണ്ട്, ഒഫൻസ് ആക്കിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് 1989 റിവൈസ് ചെയ്തുകൊണ്ട് ഈ നിയമം വന്നു എന്നുള്ളതാണ്. Strengthened the legal provisions punishing act of violence or humiliation against Dalit and Adivasis. Then ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കാസ്റ്റ് ഡിസബിലിറ്റീസ് റിമൂവൽ ആക്ട് ഓഫ് 1850. 1850 ജാതി വൈകല്യ നിരാകരണ നിയമം. It prohibited and punished caste discrimination, allow entry of Dalits to government jobs. 1850 തന്നെ പൊതു ജോലികളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടും ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 1850 കാസ്റ്റ് ഡിസബിലിറ്റി റിമൂവൽ ആക്ട്, ജാതി വൈകല്യ നിരാകരണ നിയമം കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇവിടെ റിസർവേഷൻസ് ഏർപ്പെടുത്തി, ഇവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കി. ഇനി ദളിത്സിന്റെ ഉന്നമനത്തിന് വേണ്ടി പല സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഇതും നമ്മുടെ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. എങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് പേരുകൾ മനസ്സിലാക്കി വെക്കുക. ജ്യോതിബ ഫൂലെ, പെരിയാർ, അംബേദ്കർ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ അസ്പൃശ്യരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ആക്ടുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കർ, പെരിയാർ എന്ന് പറയുന്ന ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിലൂടെ സൗത്ത് ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരുടെ പ്രസ്ഥാനത്തിന്റെ ലീഡറായി അറിയപ്പെടുന്ന അദ്ദേഹം. അതുപോലെ തന്നെ ജ്യോതിബ ഫൂലെ, സത്യശോധക് സമാജത്തിലൂടെ ബ്രാഹ്മിൺ ഹെജ്മണിക്കെതിരെ പൊരുതിയിട്ടുള്ള ജ്യോതിബ ഫൂലെ തുടങ്ങിയ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വ്യക്തിപരമായ രീതിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട സംഘടനകളായിട്ടുള്ള ബഹുജൻ സമാജ്വാദ് പാർട്ടി ഇൻ ഉത്തർപ്രദേശ്,
ഓർ ദളിത് സംഘർഷ് സമിതി ഓഫ് കർണാടക. ഇപ്പോൾ കർണാടകയിലും ഉത്തർപ്രദേശിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ദളിത്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സംഘടനാപരമായിട്ടും അതുപോലെ വ്യക്തികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒരുമിച്ച് പ്രവർത്തിക്കുകയും അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈവൻ നാവ് നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും നിയമങ്ങളുണ്ടായിട്ടും അതുപോലെ തന്നെ മറ്റു ഗവൺമെന്റ് സംവിധാനം ഉണ്ടായിട്ടും ദളിതർ ഇഷ്ടം പോലെ ആക്രമിക്കപ്പെടുന്നു, വധിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഉത്തരേന്ത്യയിലെ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ജാതി അവഹേളനയും ജാതി ആക്രമണങ്ങളും ജാതിപരമായിട്ടുള്ള വേർപെടുത്തലുകളും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. നിയമങ്ങൾക്ക് മാത്രം ഇവയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഒരു സോഷ്യൽ ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് നമ്മുടെ പ്ലൂരാലിറ്റി, ഇന്ത്യയുടെ ബഹുസ്വരതയാണ് ഇന്ത്യയുടെ അഭിമാനമെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരം അവഹേളനകളും നിന്ദകളും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ ഇത്തരം അൺടച്ചബിലിറ്റിയും അൺസീയബിലിറ്റിയും ആൻഡ് അപ്രോച്ചബിലിറ്റിയും അതുകൂടാതെ മറ്റു അതിക്രമങ്ങളും ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും തുടർന്നുകൊണ്ടിരിക്കും. വിദ്യാർത്ഥികളായ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയും ഒരു സ്വയം അവബോധമുണ്ടാക്കുകയും അത്തരം പ്രവൃത്തികൾ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നോ സ്കൂളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഉണ്ടാകുമ്പോൾ അതിനെതിരെ മാനസികമായി നമ്മൾ തയ്യാറെടുക്കുകയും ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിദ്യ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കൂടെ അവസാനിക്കുകയാണ്. ജാതിപരമായ മതപരമായ അതുപോലെ തന്നെ വർഗീയമായ ചിന്തകൾക്കെതിരെ മനസ്സിലെങ്കിലും നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.